വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായി ഇപ്പൊ വന്നിട്ട് ഞാനിവിടെ ഒരു ചെറിയ തിരക്കായിട്ട് പെട്ടുപോയതാണ്. അപ്പൊ ആ തിരക്ക് എന്താന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അതൊന്ന് കണ്ടിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇതാണ് നമ്മുടെ പുതിയൊരു തിരക്ക് പിടിച്ച ഒരു സംഭവത്തിലേക്ക് ഞങ്ങള് കാൽ വെച്ചിരിക്കുകയാണ്. അപ്പോ ദീപാവലിയാണല്ലോ വരുന്നത്. അപ്പൊ അന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങളുടെ ഹെഡ്സ് എന്നുള്ള ഒരു ഫ്രാഞ്ചൈസി ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. എയർ ഫിക്സിംഗ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ 27ാമത്തെ ബ്രാഞ്ചാണ്. പെരിന്തൽമണ്ണയിലാണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഓണർഷിപ്പ് എടുത്തിരിക്കുന്നത് ഞങ്ങളാണ്. ഇതാണ് നമ്മുടെ ഇതിന്റെ ഓഫീസ്. ഇതാണ് ഓഫീസ്. അതേപോലെ ഇത് നമ്മൾ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ ഇരിക്കാനൊരു ഏരിയ ഉണ്ടാക്കിയതാണ്. ഇത് ഞങ്ങളുടെ മന്ത്രം തുടങ്ങിയപ്പോഴുള്ള ഞങ്ങളുടെ ഫിഷ് പെഡിക്യൂറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയൊരു സംഭവമാണ്. അത് ഇനിയും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഞങ്ങളിപ്പോൾ തൽക്കാലം ഇങ്ങനെ ഓരോരോ ആയിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ് ഒരു ഇതായിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ വർക്ക് ചെയ്യുന്ന ഏരിയ, എയർ ഫിക്സിംഗ് ഏരിയയാണ്. അപ്പോൾ ഇത് ഇനി ബാക്കിയുള്ള കാര്യം എനിക്ക് കാണിച്ചു തരാനുള്ളത് എൻ്റെ ഈ ഹെയറാണ്. ഇത് ഞാനിപ്പോൾ ഹെയർ ഫിക്സ് ചെയ്തതാണ്. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കി നോക്കൂ. ഇത് എൻ്റെ റിയൽ ഹെയർ അല്ല. എൻ്റെ ഹെയർ ഇതിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ ബാക്കി ഒന്ന് നീളം കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കുളിക്കുമ്പോൾ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇടരുത്. ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ നമ്മൾ കഴുകി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. ഡയറക്റ്റ് ആയിട്ട് ഇടുമ്പോൾ ഇവിടെയാണ് ഈ സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ അത് കുറച്ച് ഇതായിട്ട് വരും. അപ്പം ഇങ്ങനെ കുളിക്കാം. അപ്പം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വേറെ എനിക്കൊരു പ്രശ്നങ്ങളും ഇല്ലായതുകൊണ്ട് ഒരു വെയിറ്റോ ഒന്നും തോന്നുന്നില്ല. എൻ്റെ ഇതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് തന്നെ അറിയുന്നില്ല. ഇത് എന്ത് വേണമെങ്കിൽ ചെയ്യാം, കോമ്പിയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു. പിന്നെ ഇതിന് ഞങ്ങൾക്ക് ചെറിയൊരു ഇവിടെ വർക്ക് ചെയ്യാനുള്ളൊരു ചെറിയൊരു ഏരിയ ഉണ്ട്. ഇതാണ് നമ്മളെ ഹെഡ്സ് എയർ ഫിക്സിങ്. പിന്നെ എന്താണ് പറയാനുള്ളത്, ഇന്ന് ഞാൻ ദീപാവലി ആയിട്ട് 2 റെസിപ്പീസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ഒരു ജിലേബിയാണ്, സ്വീറ്റുമാണ്. ഒന്ന് മുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും. ഒന്ന് എല്ലാവരും ഈ ദീപാവലിക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ദീപാവലി ആശംസകൾ. മന്ത്രയുടെ സൈഡിൽ നിന്നും അതേപോലെ ഹെഡ്സിൻ്റെ സൈഡിൽ നിന്നും. ഒന്ന് മുറുക്കുണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. നമ്മൾ നൂൽപുട്ടിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉള്ള പൊടിയാണ്. അത് ഒരു 3 കപ്പാണ് വേണ്ടത്. ഈ കപ്പിന് 3 കപ്പ്. പിന്നെ വേണ്ടത് കടലപ്പൊടി. പൊട്ടുകടല ഞാൻ പൊടിച്ച് വെച്ചതാണത്. ഇതൊരു 1/4 കപ്പ്. ഇത് കാലിൻ്റെ കപ്പാണ്. അതിന് 1/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ പൊട്ടുകടല പൊടിച്ചതാണ് കേട്ടോ. അതേപോലെ തന്നെ ഉഴുന്ന് പൊടി ഉണ്ടല്ലോ, അതാണിത്. ഇത് 1 കപ്പ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ പൊടിക്കും ചെയ്യാം. ഉഴുന്ന് നമ്മൾ വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് അതൊന്ന് വറുക്കുക. വറുത്ത് കഴിഞ്ഞിട്ട് പൊടിച്ചാലും മതി. ഇത് ഞാൻ വാങ്ങിയതാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് കായം വേണം. കായം ഒരു ചെറിയ ഇത് ഞാൻ വറുത്ത് വെച്ചതാണ്. ഇത് ഇങ്ങനെ പൊടിക്കണം. അതേപോലെ എള്ള്, കറുത്ത എള്ള്, അത് ജീരകം, സാദാ ജീരകം. പിന്നെ ഉപ്പ്, വെള്ളം, ബട്ടർ, അത് ഉരുക്കി വെച്ചതാണ്. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. പിന്നെ കുറച്ച് മുളക് പൊടിയും വേണം. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇത്രയും സാധനങ്ങളാണ്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നമ്മൾ അരിപ്പൊടി ആദ്യം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനി മിക്സ് ചെയ്യാണ് ഓരോന്ന്. അപ്പോൾ ആദ്യം അരിപ്പൊടി ഇട്ടു 3 കപ്പ്. പിന്നെ ഉഴുന്നുപൊടി ഇട്ടു, അത് 1 കപ്പാണ്. ഇത് പൊട്ടുകടലേൻ്റെ പൊടി, അത് 1/4 കപ്പ്. പിന്നെ വേണ്ടത് എള്ള് ആവശ്യത്തിന് ഇട്ടാൽ മതി. എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇടുക. ജീരകം, അതേപോലെ തന്നെ കായം ഒന്ന് പൊടിച്ചിട്ടാണ് ഇടേണ്ടത്. ഇതൊന്നിങ്ങനെ പൊടിക്കുക നന്നായിട്ട്. ഇതിന്റെ പൊടി ഉണ്ടെങ്കിൽ അതിട്ടാലും മതി.
ഇത് കായത്തിൻ്റെ പൊടിയാണ് ഇട്ടത്. ഇനി ആവശ്യമുള്ളത് ഉപ്പും മുളക് പൊടി ഇതിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇത് കളറിന് വേണ്ടിയിട്ടാണ്. കുറച്ച് എരിവുണ്ടാവും, അതേപോലെ തന്നെ പിന്നെ ഉപ്പ് പാകത്തിന് ഉപ്പിടുക. ഇനി നമ്മൾ ബട്ടറാണ് ഒഴിക്കാൻ പോകുന്നത്. ഇതിൽ ബട്ടർ ഞാൻ ഉരുക്കി വെച്ചതാണ്. അതിൽ ഇത്ര കണക്കെന്ന് പറയാനറിയില്ല, ഞാൻ കുറച്ചൊരു വലിയൊരു കഷ്ണം എടുത്തിട്ട് ഉരുക്കിയതാണ്. ഇത്രയും ഉണ്ടാവും. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം മാവിൽ. അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വളരെ എളുപ്പമാണ്. ഈ ദീപാവലിക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീട്ടിൽ തന്നെ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മൾ എന്താ പറയുക, ഈ മുറുക്ക് ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത് വെള്ളം കുറവാണെന്നാണ്. അപ്പോൾ ലേശം വെള്ളം തളിച്ചിട്ട് വീണ്ടും ഉണ്ടാക്കി നോക്കിയാൽ മതി, അപ്പോൾ കറക്റ്റായിട്ട് വരും. ഇപ്പോൾ അതാ അതിനെ കുഴച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ഈ പാകത്തിനാവണം. ഇതിപ്പോൾ നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് വെള്ളം അത്രയും മതി. നമ്മൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ എള്ള് ഇതൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. ഇനി ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മൾ മാവ് ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഈ അച്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ സ്റ്റാർ അച്ചാണ് ഞാൻ ഇതിൽ മാവ് നിറച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഒരു സ്റ്റാറുള്ള അച്ചാണ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓയിലൊന്ന് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ തടവുക. എന്നിട്ട് അതിലിങ്ങനെ മുറുക്കിൻ്റെ ഇതുപോലെ ചുറ്റിക്കുക. അപ്പോൾ ആ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇടാം. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഗ്യാസ് ഇത് വെക്കാൻ വേണ്ടിയിട്ട്, തീ വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് എന്താണ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മുറുക്കായിട്ടുണ്ട്. ഈ ഒരു പരുവായാൽ മതി. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, കടിച്ച് തിന്നുന്നത് കണ്ടോ, നല്ല കരികരിപ്പായിട്ടുണ്ട്. എല്ലാവരും ദീപാവലിക്ക് മുറുക്ക് ഉണ്ടാക്കി നോക്കുക. അതേപോലെ ഒരു 2 റെസിപ്പീസാണ് ഇന്ന് ഞാൻ ഇടാൻ പോണത്. ഒന്ന് ജിലേബിയാണ്, രണ്ടാമത്തത് നമ്മുടെ മുറുക്ക്. അപ്പോൾ എല്ലാവരും ഈ 2 റെസിപ്പീസും ഉണ്ടാക്കി നോക്കുക വീട്ടിൽ. അപ്പോൾ എല്ലാവർക്കും ദീപാവലി ആശംസകൾ, മന്ത്രയുടെ സൈഡിൽ നിന്നും അതേപോലെ ഹെഡ്സിൻ്റെ സൈഡിൽ നിന്നും. അപ്പോൾ ഇനി നെക്സ്റ്റ് വേറെ റെസിപ്പി ആയിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവരോടും ബൈ.